ഹായ് ഹലോ. നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ കൂലി കണ്ടിരിക്കുന്ന പ്രേക്ഷകരായിരിക്കും. അപ്പോൾ ലോകേഷിൻ്റെ പണ്ണലിനെ പറ്റിയാണ് ഏറ്റവും ചർച്ചയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകേഷിനാണോ തെറ്റ് പറ്റിയത് അതോ നമുക്ക് പ്രേക്ഷകർക്കാണോ തെറ്റ് പറ്റിയതെന്നുള്ളൊരു ചോദ്യമാണ് എനിക്കുള്ളത്. കാരണം മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകേഷിന് മാനഗരം എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോഴും ഇപ്പോൾ കൂലി എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോഴും കിട്ടിയ ഹൈപ്പ് രണ്ടും രണ്ട് രീതിയിലാണ്. ഒന്നാമത്, ലോകേഷ് മാനഗരം ചെയ്തിരുന്ന അതേ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറി ഈ കൂലി എന്ന് പറഞ്ഞൊരു പടം ചെയ്തപ്പോൾ പുള്ളിക്കുണ്ടായിട്ടുള്ള ഗ്രാഫാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സിനിമ ഇത് LCUവിൽ പെട്ട സിനിമയല്ല എന്ന്. അതോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും ഒരു പക്ക നമ്മുടെ രജനീകാന്തിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയൊരു സൂപ്പർ സ്റ്റാർഡം എന്നൊരു പാക്കേജായിട്ട് പാൻ ഇന്ത്യന് വേണ്ടിയിട്ട് നിർമ്മിച്ചൊരു പടമാണെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രേക്ഷകരാണ് ശരിക്കും പറഞ്ഞ തെറ്റുകാരെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരും കൂടെ ലോകേഷിനെ വേറൊരു ലെവലിൽ നമ്മൾ തലയിൽ കൊണ്ടുവന്നിട്ട് പുള്ളി ഈ പടവും LCUവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ LCUവിലേക്ക് കൊണ്ടുവരും എന്ന് വിചാരിച്ച പ്രേക്ഷകരാണ് ശരിക്കും മണ്ടന്മാർ. ശരിക്കും ലോകേഷ് പണിയെടുത്ത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് തന്നെയാണ് ഈ പടം ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പടം കണ്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലാവും. നല്ല രീതിയിൽ അവരുടെ സ്ക്രിപ്റ്റിൽ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു രജനീകാന്തിൻ്റെ ഫാനായിട്ട് നമ്മൾ അവിടെ പോയിരുന്ന് കാണുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ജയിലറിന് ശേഷം വന്നിട്ടുള്ളൊരു നല്ലൊരു സിനിമയാണ് രജനീകാന്തിന് ഈ സിനിമ. അല്ലാതെ വേറൊരു സിനിമയും ഈ പുള്ളിക്ക് വന്നതിൽ വേറൊരു ഹൈപ്പായിട്ട് വന്നൊരു പടവും ഈ ഒരു കളക്ഷൻ അടിച്ചിട്ടില്ല. പുള്ളി പിന്നെ ഫസ്റ്റ് ടൈമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു പാൻ ഇന്ത്യൻ സിനിമ ലെവലിലാണ് ഇവർ വർക്ക് ചെയ്തിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് മൾട്ടി സ്റ്റാർ ആയിട്ടുള്ള ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്നത്. അപ്പോൾ ശരിക്കും പ്രേക്ഷകരായ നമ്മളാണ് ശരിക്കും ഇതിൽ പെട്ടുപോയെന്ന് പറയാം. പിന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്ന വേറൊരു കാര്യമാണ്, നമ്മളൊരു ഓരോ പ്രേക്ഷകരും മുടക്കുന്ന ഒരു 150 രൂപയ്ക്കുള്ള ഒരു പരിപാടി നമുക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടും. എനിക്ക് തോന്നുന്നത് അത് ഏകദേശം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ അത് ഇങ്ങനെ ചിന്നി അവിടെ ആയിട്ട് കിടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ലോകേഷ് പുള്ളിയുടെ രീതിയിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തു എന്നതിനപ്പുറത്ത് നമ്മുടെ ക്യാമറ ചെയ്തിരിക്കുന്ന ഗിരീഷ് ഏട്ടനാണെങ്കിലും അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്ന അനിരുദ്ധാണെങ്കിലും നമ്മുടെ എഡിറ്റ് ചെയ്തിരിക്കുന്ന ഫിലോമിൻ പുള്ളി അവരാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ പടം ഔട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക പ്രശ്നം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ LCU ആയിട്ട് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നമ്മൾ പ്രേക്ഷകർ നടത്തി. ഇത് LCUവിലേക്കൂടെ വരുവാണെങ്കിൽ ഒന്നാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ പരിപാടിയിലേക്ക് ഇത് ലാർജ് സ്കെയിലിലേക്ക് പോകുമായിരുന്നു. LCU എന്ന് പറയുന്നത് കുറച്ചുകൂടെ എക്സ്പാൻഡായി നല്ല രീതിയിൽ വളരുന്ന ഒരു പരിപാടിയിലേക്ക് പോകുന്നത്. കാരണം ഓൾറെഡി കമലഹാസൻ വിക്രമിലൂടെ ഇന്നായി, വിജയ് ഓൾറെഡി ലിയോയിലൂടെ ഇന്നായി, പിന്നെ കൈദി നമ്മുടെ മാസ്റ്ററായിട്ടുള്ള സിനിമ അവിടെ നിൽപ്പുണ്ട്. പിന്നെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വേറെ ഒരു ആൾ വരുവാണെങ്കിൽ അത് രജനിയും കൂടെ ഇതിൽ ആഡാവുകയാണെങ്കിൽ ആ ഒരു LCU എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലുതാവുമായിരുന്നു. അപ്പോൾ അത് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തൊരു സാധനമാണ്. ഇത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കൈദിയിൽ ഒരു ചെറിയൊരു മ്യൂസിക്കെങ്കിലും ഇതിലുണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും വേറൊരു രീതിയിൽ ഇപ്പോൾ പറയുന്ന ഈ സ്റ്റോറി ഇല്ല എന്നൊക്കെ പറയുന്നതിനുപരി നമുക്ക് ആ ഒരു കൈദിയുടെ ഒരു ചെറിയ മ്യൂസിക് മാത്രം ഇതിലുണ്ടായിരുന്നെങ്കിൽ ഈ പടം ഇന്നിപ്പം നിൽക്കുന്നത് വേറൊരു ലെവലിൽ നിന്നേനെ. അതൊന്നും പുള്ളി ഒന്നും ചെയ്യാതെ പുള്ളി ഇത് പക്ക ഒരു സൂപ്പർ സ്റ്റാറിന് വേണ്ടിയിട്ട് ചെയ്തൊരു പടം ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. LCU അല്ല എന്ന് പറഞ്ഞ് ചെയ്തതുകൊണ്ട് LCU അല്ലാത്ത രീതിയിൽ തന്നെ പുള്ളി പടം ചെയ്തു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ പുള്ളി ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നല്ല പടങ്ങൾ എന്ന് വെച്ചാൽ കൈദി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത്രയും മാസ്റ്ററായി നിൽക്കുന്ന ആ പടം പുള്ളി ചെയ്തതിന് ശേഷം വിക്രം, ലിയോ ഇതിനെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് പുള്ളിയുടേതായിട്ടുള്ള LCU എന്ന് പറയുന്നൊരു ലോകം ക്രിയേറ്റ് ചെയ്ത് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് പുള്ളിയുടെ ഫ്രാഞ്ചൈസി ആയിട്ടാണ് നമ്മുടെ ബെൻസിനെ ആഡ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഡയറക്ഷനിലല്ല എങ്കിലും പുള്ളിയുടെ സ്റ്റോറി, പുള്ളിയുടെ ബാനർ, ബാക്കി പരിപാടികളെല്ലാം ലോകേഷിൻ്റെ ആ ഒരു ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ പുള്ളി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു LCUവിൻ്റെ ബ്രാഞ്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രാഞ്ചായിട്ട് പോലും ശരിക്കും ഈ കൂലിയെ പുള്ളി കണക്കാക്കിയിട്ടില്ല. അതാണ് ഒന്നാമത്തെ ഇത്. അപ്പോൾ ഈ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും നല്ല രീതിയിലുള്ള വർക്കുകൾ വരണമെങ്കിൽ ഈ ബെൻസ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയാൽ മാത്രമേ പുള്ളിയുടെ LCUയുടെ ഫ്രാഞ്ചൈസി ആയിട്ട് പുള്ളിക്കത് ചേർക്കാനായിട്ട് പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ അതറായിട്ടുള്ള ഡയറക്ടേഴ്സിന് പുള്ളി പടം കൊടുക്കുമ്പോഴത്തേക്കും നമുക്കത് LCU ആയിട്ട് കണക്റ്റായി ആ LCU എന്ന് പറയുന്നത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത്
നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി പുള്ളി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും എനിക്ക് പറയുന്നത് ഈ സിനിമ നമ്മളിപ്പോൾ കൂലി കണ്ട് നമുക്ക് എല്ലാവർക്കും ചെറിയ വിഷമം ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും ലോകേഷിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ പുള്ളിയുടെ സിനിമ അല്ലെങ്കിൽ ഇപ്പോൾ ഡയറക്ഷൻ അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് നമ്മൾ പിടിക്കുന്നതിലും നല്ലത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നമ്മളടുത്ത് കൈതി കാണുമ്പോൾ നമുക്കിതിൻ്റെ 100 ഇരട്ടി ഒരു സന്തോഷം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ബെൻസ് പുള്ളി പറഞ്ഞതുപോലെ ബെൻസ് ഇതിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയാണ്. അപ്പോൾ ഈ ഫ്രാഞ്ചൈസിയിൽ വേറെയും പടങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പടങ്ങളൊക്കെ കൂടെ വരുമ്പം മാത്രമേ ലോകേഷിൻ്റെ യൂണിവേഴ്സ് കറക്റ്റ് ഒരു പ്രോപ്പർ പരിപാടിയിലേക്ക് എത്തത്തുള്ളൂ. പിന്നെ പുള്ളി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 1-2 സീരീസ് നമ്മുടെ ഈ ഏജൻറ് ടീന ആ ഒരു സീരീസ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യണമെങ്കിലും ഈ ബെൻസ് ആദ്യം വർക്കൗട്ട് ആവണം, എല്ലാവരിലേക്കും ബെൻസ് വർക്കൗട്ട് ആവണം. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകേഷ് പറയുന്ന ഈ കൈതി, അടുത്ത് വരാൻ പോകുന്ന വിക്രം, പറ്റുവാണെങ്കിൽ ലിയോ, അത് വരുവാണെങ്കിലും ഞാനടുത്ത് ലോകേഷിൻ്റെ ആ ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് ഞാൻ ശരിക്കും നോക്കിക്കാണുന്നൊരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ബെൻസ്. അപ്പോൾ ബെൻസിൻ്റെ ഡയറക്ഷനും ബെൻസിൻ്റെ സ്റ്റോറിയും എങ്ങനെ ഇരിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും എനിക്ക് തോന്നുന്നത് LCUവിൻ്റെ വളർച്ച. ആ LCUവിൻ്റെ വളർച്ച വരുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ബെൻസിൽ നമ്മുടെ നിവിൻ പോളി ഇന്നാണെന്ന് നമ്മളെല്ലാവരും കണ്ടായിരുന്നു. അപ്പോൾ ബെൻസിൽ നിവിൻ പോളി ഇന്നാകുമ്പോഴത്തേക്കും അതറായിട്ടുള്ള ഫ്രാഞ്ചൈസി വളരുമ്പോൾ നമുക്കിവിടെ ഓൾറെഡി നമുക്കുള്ള ആൾക്കാരെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയ്ക്കൊരു വലിയൊരു പരിപാടിയിലേക്ക് പോകും. അപ്പോൾ പാൻ ഇന്ത്യ എന്ന് പറയുന്നൊരു പരിപാടി മാറിയിട്ട് ഓൾറെഡി ഇപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള സിനിമ ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്ന പോലെ ഒരു പരിപാടിയാണ് ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന പരിപാടികൾ അത് മാറിയിട്ട് എല്ലാവരും തമ്മിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഇൻഡസ്ട്രി നല്ല ബൂസ്റ്റ് ആവുകയും പുറത്തേക്ക് പോവുകയും പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പടങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ആവണം. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും ലോകേഷിനെ എനിക്ക് കുറ്റം പറയാനായിട്ട് തോന്നുന്നില്ല. കുറ്റമെന്നല്ല, നമ്മൾ കുറ്റം പറയാൻ നമ്മൾ ആരുമില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞത് ലോകേഷിൻ്റെ ആ ഒരു പരിപാടി ഇപ്പോൾ വർക്കൗട്ട് ആയില്ല എന്നും പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ആവേണ്ട. അടുത്ത പരിപാടികൾ എന്തായാലും വർക്കൗട്ട് ആവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.